നമസ്കാരം. ജനുവരി 9 തീയതിയിലെ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് എന്താണ് സംഭവിച്ചത്, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചോ എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. വോളിയം പ്രൊഫൈൽ വെച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ട്രെൻഡിങ് ഡേ തന്നെയായിരുന്നു ഇന്ന്. ഒരു മാസീവ് സെൽ ഓഫ് ആണ് നിഫ്റ്റിയിൽ ഇന്ന് സംഭവിച്ചത്. അത് ടുവാർഡ്സ് എൻഡ് ഓഫ് ദ മാർക്കറ്റ് ആയിട്ടും മാർക്കറ്റിന് ഒരു അക്യുമുലേഷൻ നടത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൺസേണിങ് ആണ്. കാരണം നമുക്ക് മാർക്കറ്റിൽ ഒരു ഇക്വിലിബ്രിയം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ലെവൽസ് ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് കാണിക്കാം. അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്തത്. ഈ ലൈൻസ് എല്ലാം വോളിയം പ്രൊഫൈൽ വെച്ച് വരച്ചതാണ്. നമ്മൾ ഇന്ന് ലേറ്റർ പാർട്ട് ഓഫ് ദ വീഡിയോയിൽ നാളത്തെ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഈ ലൈൻസ് എല്ലാം പ്ലോട്ട് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. കാര്യം ഈ ലൈൻസ് പ്ലോട്ട് ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒബ്സർവ് ചെയ്ത ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 31 ഡിസംബർ കഴിഞ്ഞ് ന്യൂ ഇയറിലോട്ട് പോകുമ്പം നമുക്കൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയായിരുന്നു. ഈ ഗ്യാപ്പ് അപ്പ് വന്ന ആ ഏരിയയാണ് ഇന്ന് നിഫ്റ്റി മൊത്തം ഫില്ല് ചെയ്തത്, നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടിൽ. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. നമുക്കിനി പ്രീ മാർക്കറ്റ് അനാലിസിസിലോട്ട് പോവാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വോളിയം പ്രൊഫൈലാണ് നമ്മളെടുത്ത് അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. ഇത് സ്പോട്ട് ചാർട്ടല്ല. സ്പോട്ട് ചാർട്ടും ഫ്യൂച്ചർ ചാർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് വാല്യൂസിൽ. പക്ഷേ രണ്ടിൻ്റെയും മൂവ്മെൻറ്റ് സെയിം ആയിരിക്കും. കാര്യം നിഫ്റ്റി ഇൻഡെക്സ് ചാർട്ട് എന്ന് പറയുന്നത് ഈ ഫ്യൂച്ചർ ചാർട്ടിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്. നമ്മൾ എന്തുകൊണ്ട് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് എടുക്കുന്നു എന്നുള്ളത് നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ചാണ് അനലൈസ് ചെയ്യുന്നത്. നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടിലാണ് വോളിയം അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ കഴിഞ്ഞ 2-3 ദിവസത്തെ വോളിയം പ്രൊഫൈൽ എടുത്തിട്ട് നമുക്ക് റിലേറ്റീവ് അനാലിസിസ് ചെയ്ത് നോക്കാം. 5, 6 ഈ 2 തീയതികളിലെ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ബി ഷേപ്പ്ഡ് വോളിയം പ്രൊഫൈലാണ്. അതൊരു ഡൗൺ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ വോളിയം പ്രൊഫൈൽ ഒരു ഡി ഷേപ്ഡ് ആയിരുന്നു, ഒരു ബാലൻസ്ഡ് പ്രൊഫൈലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രെൻഡിങ് ഡേ ആണ് വരാൻ പോകുന്നത്. ഇറ്റ് കുഡ് ബി റിവേഴ്സൽ, ഓൾസോ ഇറ്റ് കുഡ് ബി ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. നമുക്ക് കിട്ടിയത് ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ്, അതായത് ഡൗൺഫോൾ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രൊഫൈൽ, അതായത് 8 ജാനുവരിയിലെ പ്രൊഫൈലും ഒരു ബി ഷേപ്ഡ് പ്രൊഫൈൽ പോലെ തന്നെയാണ്. അതായത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നാളത്തെ ഡേയും ഒന്നല്ലെങ്കിൽ ഒരു ഡൗൺഫോൾ തന്നെയായിരിക്കും, അതല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡേ ആയിരിക്കും. അപ്പോൾ ഇതാണ് നാളത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കിനി നാളത്തെ ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതായത് ഇന്നത്തെ വോളിയം പ്രൊഫൈൽ എടുത്തിട്ട് അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എനേബിൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ വരച്ച ലൈൻസ്. ഇനി ഈ ലൈൻസ് എങ്ങനെ വരച്ചു, എന്താണ് ഈ ലൈൻസിൻ്റെ ബിഹൈൻഡിലെ ലോജിക് എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ആദ്യം എനിക്ക് പറയാനുള്ളത് 25,965, 26,17 ഈ 2 ലൈൻസിനെ പറ്റിയിട്ടാണ്. ഈ 2 ലൈൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ലോ വോളിയം ഏരിയ നോഡാണ്. അതുമാത്രമല്ല, ഈ 2 ലൈൻസിൻ്റെ ഇടയിലുള്ളത് സെല്ലേഴ്സിൻ്റെ ഹൈ ലിക്വിഡിറ്റിയാണ്. അതായത് സെല്ലർ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയും. ഇപ്പം നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെന്ന് വിചാരിക്കും. എങ്ങാനും മാർക്കറ്റ് ഒരു ചെറിയൊരു ഷോർട്ട് കവറിംഗ് ഒക്കെ വന്ന് ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഷോർട്ട് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് താഴത്തോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. ഈവൻ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാൽ പോലും മാർക്കറ്റ് ഈ ഏരിയയിൽ വന്നിട്ട് റീടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ കണ്ണും പൂട്ടി ഷോർട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ്, പ്രൈസ് ആക്ഷൻ ഇതെല്ലാം വെച്ചിട്ടും നമുക്ക് അവിടെ ഒരു റിജക്ഷൻ ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഒരു റിജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഏരിയാസാണ് ഈ 26,017, 25,965. നമുക്കിപ്പം 26,017 എന്നുള്ള ആ ലെവലിൽ നമ്മൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് SL ആയിട്ട് വളരെ ചെറിയ SL വേണം നമുക്ക് വെക്കാം. കാര്യം അവിടെ ഒരു വോളിയം പോയിൻ്റ് ഓഫ് കൺട്രോൾ ഉണ്ട് അവിടെ, ആ ഒരു റെഡ് ലൈന്. അത് നമ്മുടെ SL ആക്കി വെച്ച് വളരെ ചെറിയ SL നമുക്കൊരു ഹൈ റിസ്ക് ടു റിവാർഡ് റേഷ്യോ കിട്ടുന്ന ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് സിനാരിയോ വന്ന് 26,017 ഈ ലെവലിൻ്റെ മേളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ 26,017 റീടെസ്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഉള്ള ഈ സെല്ലേഴ്സ് അവരുടെ പൊസിഷൻ ഡിഫെൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുകയും മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം ഈ ലെവലിൽ എത്തുമ്പോൾ കൗണ്ടർ ട്രേഡ്, അതായത് മേലോട്ട് ലോങ്സ് നോക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ സെല്ലേഴ്സ് മൊത്തം ഈ സെല്ലർ സൈഡ് ലിക്വിഡിറ്റി മൊത്തം സ്വീപ്പ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിന് പിന്നെ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാര്യം അവിടെ ഒരു മാസീവ് ബൈ ഓർഡേഴ്സ് വന്നിട്ടില്ലെങ്കിൽ
മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് താഴോട്ട് തന്നെ പോകാനാണ് ചാൻസ്. ഞാൻ ഈ ഏരിയ എടുത്ത് പറയാൻ കാരണം ഇതാണ് വോളിയം പ്രൊഫൈൽ വെച്ച് നമ്മുടെ വാല്യൂ ഏരിയ. അപ്പം ഈ വാല്യൂ ഏരിയയിലാണ് നമ്മൾ നെക്സ്റ്റ് ഡേ മാർക്കറ്റിലെ ട്രേഡ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ, അതായത് മാർക്കറ്റാണ്, അത് ഡൈനാമിക്കാണ്. അപ്പം മാർക്കറ്റിൽ അവിടെ എന്ത് ചേഞ്ച് വരുന്നോ അത് അനുസരിച്ച് നമ്മൾ നമ്മുടെ ട്രേഡിങ്ങിലും പ്ലാൻ ചെയ്യണം. നമ്മൾ ഡൈനാമിക്കായിട്ട് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ട്രേഡർ ആവുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ എനിക്ക് ഇത്രേ ഇതിൽ പറയാനുള്ളൂ, ലൈൻസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് പോസ് ചെയ്തിട്ട് ഞാൻ താഴത്തോട്ട് ഞാൻ വരച്ച ലൈൻസും മേളിലോട്ട് ഞാൻ വരച്ച ലൈൻസും ഞാനൊന്ന് കാണിക്കാം. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് താഴെയുള്ള ലൈൻസ്. ഇതിന് മുന്നേ വന്ന ദിവസങ്ങളിലെ വോളിയം പ്രൊഫൈൽ വെച്ച് വരച്ചതാണ്. അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് കണ്ട് കൺഫ്യൂസ് ആവണ്ട. അത് എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ആവശ്യത്തിനായിട്ട് ഞാൻ എഴുതിയിട്ടാണ്. അപ്പോൾ ഇതാണ് മേളിലോട്ടുള്ള ലൈൻസ്. നിങ്ങൾക്ക് ഈ ലൈൻസിൻ്റെ ഒരു മൊത്തം സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഈ ചാനലിൽ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ലൈൻസ് അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അടുത്തതായിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഗാമ എക്സ്പോഷർ അനാലിസിസ് ഇതിലോട്ട് വരാം. അപ്പോൾ ഇതാണ് OA ഡേറ്റ. ഇത് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ട് ബേസ്ഡ് ആണ്. ഏറ്റവും അടുത്ത് വരുന്ന ഒരു കോൾ വാൾ എന്ന് പറയുന്നത് 26,000-ലാണ്. അവിടെ 14 മില്യനാണ് അതിൻ്റെ OA. 11 മില്യനോളം പുതുതായിട്ടുള്ള കോൾ റൈറ്റേഴ്സ് അവിടെ ആഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത റെസിസ്റ്റൻസ് 26,100-ലാണ്. അവിടെ 15 മില്യനാണ് OA. 10 മില്യനോളം പുതുതായിട്ടുള്ള കോൾ റൈറ്റേഴ്സ് അവിടെ ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ സപ്പോർട്ടിൻ്റെ സൈഡിലോട്ട് വരുമ്പം നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ അടുത്ത് കാണാൻ പറ്റുന്ന 25,700-ആണ്. അവിടെ OA 8 മില്യണുണ്ട്. പുതുതായിട്ട് 2 മില്യൺ പുട്ട് റൈറ്റേഴ്സാണ് ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ OA ഡേറ്റയുടെ അനാലിസിസ് എന്ന് പറയുമ്പം ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഗാമ എക്സ്പോഷറിൻ്റെ അനാലിസിലോട്ട് വരാം. നമുക്കിവിടെ നോക്കേണ്ട ചാർട്ട് ഈ ടോട്ടൽ GEX എന്ന് പറഞ്ഞ ചാർട്ടാണ്. ഇവിടെ നോക്കിയാൽ അറിയാം 25,900, 25,950 ഈ രണ്ട് സ്ട്രൈക്കിലും ഗാമ താരതമ്യേന വളരെ കുറവാണ്. നമുക്ക് മാർക്കറ്റിലൊരു വൈൽഡ് മൂവ്മെൻറ്റ് വരണമെങ്കിൽ നിഫ്റ്റി 25,800-ൻ്റെ താഴെ പോകണം. അപ്പോൾ 25,800 വരെ നിഫ്റ്റി ഭയങ്കര വോളറ്റൈലായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ മേലോട്ട് വരികയാണെങ്കിൽ 25,950 വരെ ഗാമ വളരെ കാര്യമായിട്ടില്ലാത്ത കാരണം മാർക്കറ്റ് ഒരു ഫ്രീ മൂവ്മെൻ്റ് ആയിരിക്കും. പക്ഷേ 26,000 തൊട്ട് ഗാമ ഭയങ്കര പോസിറ്റീവാണ്. അത് കാരണം 26,000-ന് ശേഷം മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. ഈ ഗാമ എക്സ്പോഷർ ചാർട്ട് വെച്ചിട്ട് എനിക്കിപ്പം പറയാൻ സാധിക്കുന്നത്, ഇപ്പോൾ നാളെ ഒരു ഡൗൺഫോൾ നടന്നിട്ടില്ല, നാളെ ഒരു ട്രെൻഡിങ് ഡേ അല്ലെങ്കിൽ അപ്പം ഒരു കൺസോളിഡേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള റേഞ്ച് എന്ന് പറയുന്നത് 25,850 തൊട്ട് 26,000-ന് ഇടയ്ക്കുള്ള ആ റേഞ്ചാണ്. അവിടെയാണ് ഇപ്പം നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കണ്ടൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവീത് കമൻറ്റ് ചെയ്യുക. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, ഗ്രൂപ്പുണ്ട്. അപ്പം അവിടെ ഡൗട്ട്സ് ഒന്ന് ചോദിക്കാവുന്നതാണ്. ഞാൻ ഓൺലൈനുണ്ടാവും. ഞാൻ കാണുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ മാക്സിമം തീർക്കാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.